ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു our യൂട്യൂബ് ചാനൽ. എനിക്ക് തലവേദനയാണ്. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I am having a headache. I am having a headache. എനിക്ക് തലവേദനയാണ് എന്ന് പറയാം. എനിക്ക് വല്ലാത്ത തലവേദനയുണ്ട്, ഭയങ്കരമായിട്ടുള്ള തല വെട്ടിപ്പൊളിയാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I am having a splitting headache. A splitting headache. അല്ലെങ്കിൽ throbbing headache എന്നും പറയാട്ടോ നമുക്ക്. അല്ലെങ്കിൽ I'm having a severe headache എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല. ഞാൻ മരുന്ന് കഴിക്കട്ടെ, ഞാൻ പോയി മരുന്ന് കഴിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതെങ്ങനെയാ പറയാ? Let me take medicine. Let me take medicine. ഞാൻ മരുന്ന് കഴിക്കട്ടെ. Let me take medicine. നിൻ്റെ തലവേദന മാറിയോ? കുറച്ച് കഴിയുമ്പോൾ നമ്മളടുത്ത് ആരെങ്കിലുമൊക്കെ ചോദിക്കില്ലേ, നിൻ്റെ തലവേദന മാറിയോ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? Has your headache gone away? Has your headache gone away? നിൻ്റെ തലവേദന മാറിയോ? Has your headache gone away? നിനക്ക് പനിയുണ്ടോ? ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? Do you have a fever? നിനക്ക് പനിയുണ്ടോ? Do you have a fever? നിനക്ക് പനിയുണ്ടോ? Do you have a fever? എനിക്ക് പനിയുണ്ട്. ഇത് നമ്മളെങ്ങനെ പറയും? I have a fever. അല്ലെങ്കിൽ I have got a fever എന്ന് പറയാം. എനിക്ക് പനിയുണ്ട്, I have a fever, അല്ലെങ്കിൽ I have got a fever എന്ന് പറയാം. നീ ഡോക്ടറെ കണ്ടോ? ഇത് നമ്മളെങ്ങനെ ചോദിക്കും? Did you consult? ഡോക്ടറെ കണ്ടോ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് Did you consult the doctor? നീ ഡോക്ടറെ കണ്ടോ? Did you consult the doctor? ഡോക്ടർ കുറച്ച് മരുന്നുകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ കുറച്ച് മരുന്നുകൾ കുറിച്ച് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയില്ലേ? ഇതെങ്ങനെ പറയും? The doctor has prescribed. മരുന്ന് കുറിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് prescribe. അപ്പോൾ the doctor has prescribed some medicines. ഡോക്ടർ കുറച്ച് മരുന്നുകൾ കുറിച്ച് തന്നിട്ടുണ്ട് എന്നെങ്ങനെ പറയും? ദി ഡോക്ടർ ഹാസ് പ്രിസ്ക്രൈബ്ഡ് സം മെഡിസിൻസ്. അപ്പോൾ നിനക്ക് പനിയുണ്ടോ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഡു യു ഹാവ് എ ഫീവർ? ഡു യു ഹാവ് എ ഫീവർ? എനിക്ക് പനിയുണ്ട്. ഐ ഹാവ് എ ഫീവർ. ഐ ഹാവ് എ ഫീവർ. നീ ഡോക്ടറെ കണ്ടോ? ഡിഡ് യു കൺസൾട്ട് ദ ഡോക്ടർ? ഡിഡ് യു കൺസൾട്ട് ദ ഡോക്ടർ? ഡോക്ടർ കുറച്ച് മരുന്നുകൾ എഴുതിയിട്ടുണ്ട്. The doctor has prescribed some medicines. The doctor has prescribed some medicines. ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചു. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? I took the medicine. I took the medicine for a week. ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചു എന്ന് പറയാനായിട്ട് I took the medicine for a week എന്ന് പറയാം. പനി മുഴുവനായി മാറിയിട്ടില്ല. ഇത് നമ്മളെങ്ങനെ പറയും? The fever has not gone away, അല്ലെങ്കിൽ the fever has not subsided എന്നും പറയാട്ടോ. The fever has not gone away, അല്ലെങ്കിൽ the fever has not gone away, അല്ലെങ്കിൽ the fever has not subsided. മുഴുവനായിട്ട് എന്നുണ്ട് അല്ലേ? അപ്പോൾ കംപ്ലീറ്റ്ലി എന്ന് പറയാം. പനി മുഴുവനായി മാറിയിട്ടില്ല എന്നെങ്ങനെ പറയും? The fever has not gone down. പനി മുഴുവനായി മാറിയിട്ടില്ല എന്ന് നമ്മളെങ്ങനെ പറയും? The fever has not subsided completely, അല്ലെങ്കിൽ the fever has not
ഗോൺ അവേ കംപ്ലീറ്റ്ലി എന്ന് നമുക്ക് പറയാം. പനി കുറവുണ്ട്, ഇത് നമ്മളെങ്ങനെ പറയും? കോമൺ ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് ദ ഫീവർ ഹാസ് ഇംപ്രൂവ്ഡ് എന്നുള്ളത്. ദ ഫീവർ ഹാസ് ഇംപ്രൂവ്ഡ്. നമ്മൾ എക്സാക്ട് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ഇങ്ങനെയല്ല ഒരിക്കലും വരിക, പക്ഷേ എക്സാക്ട് ട്രാൻസ്ലേഷൻ നമ്മൾ ഒരിക്കലും പഠിച്ചു വെക്കരുത്. ഓക്കെ, അപ്പോൾ പനി കുറവുണ്ട് എന്നെങ്ങനെ പറയും? ദ ഫീവർ ഹാസ് ഇംപ്രൂവ്ഡ്, അല്ലെങ്കിൽ ദ ഫീവർ ഹാസ് ഗോൺ ഡൗൺ എന്ന് പറയാം. ഇനി അതും അല്ലെങ്കിൽ ദ ഫീവർ ഹാസ് സബ്സൈഡഡ് എന്ന് നമുക്ക് പറയാം. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം, ഇത് നമ്മൾ എങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് ഐ വിൽ ഡ്രോപ്പ് യു ഹോം. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം, ഐ വിൽ ഡ്രോപ്പ് യു ഹോം. ഞാൻ അവിടെ 5 മിനിറ്റിൽ എത്തും, ഇത് നമ്മളെങ്ങനെ പറയും? ഐ വിൽ ബി there in 5 minutes. I will be there in 5 minutes. ഞാൻ അവിടെ 5 മിനിറ്റിൽ എത്തും, I'll be there in 5 minutes. അല്ലെങ്കിൽ I will reach within 5 minutes എന്നും നമുക്ക് പറയാം കേട്ടോ. ഞാൻ അവൾ വരുന്നത് വരെ കാത്തു നിൽക്കും, ഇതെങ്ങനെ പറയും? ഞാൻ കാത്തു നിൽക്കും, I will wait. ഞാൻ കാത്തു നിൽക്കും, I will wait. അവൾ വരുന്നത് വരെ I will wait until she comes. I will wait until she comes. Okay? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം, I will drop you home. I will drop you home. ഞാൻ അവിടെ 5 മിനിറ്റിൽ എത്തും, I will be there in 5 minutes. അല്ലെങ്കിൽ I will reach in 5 minutes എന്നും നമുക്ക് പറയാം. ഞാൻ അവൾ വരുന്നത് വരെ കാത്തു നിൽക്കും, I will wait until she comes. I will wait until she comes. ഞാൻ നിന്നെ നിരാശപ്പെടുത്തില്ല. നിരാശപ്പെടുത്തുക എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഡിസപ്പോയിൻറ്റ്. ഡിസപ്പോയിൻറ്റ്. അപ്പോൾ ഞാൻ നിന്നെ നിരാശപ്പെടുത്തില്ല എന്നെങ്ങനെ പറയും? I will not disappoint you. ഞാൻ നിന്നെ നിരാശപ്പെടുത്തില്ല, I will not disappoint you. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റായിരുന്നു. എൻ്റെ കണക്കുകൂട്ടലുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പോൾ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റായിരുന്നു എന്നെങ്ങനെ പറയും? My assumptions. My assumptions were incorrect. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റായിരുന്നു. My assumptions were incorrect എന്ന് പറയാം. ഞാൻ ഇനി അവളോട് മിണ്ടില്ല. ഞാൻ അവളോട് മിണ്ടില്ല എന്നായിരുന്നെങ്കിൽ I will not talk to her എന്നായനെ. ഞാൻ ഇനി എന്നുണ്ട്, അപ്പോൾ I will not, ഞാൻ മിണ്ടില്ല എന്ന് പറയാനായിട്ട് I will not talk. ആരോട്? അവളോട്. അപ്പോൾ to her. ഞാൻ അവളോട് മിണ്ടില്ല, I will not talk to her. ഇനി എന്നുള്ളതുണ്ട്, ഇനി എന്നുള്ളത് കൊണ്ട് anymore. ഞാൻ ഇനി അവളോട് മിണ്ടില്ല, I will not talk to her anymore. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ until we see next time, it's me Hannah signing off. Take care, bye bye, stay happy.